Divisional Accountant Officer, Chapter 7, Important Question Discussion, Part 2. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ടു ഇമ്പോർട്ടൻറ്റ് പർപ്പസ് ഓഫ് മെയിൻറ്റെയിനിങ് ഡീറ്റെയിൽഡ് ആൻഡ് സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. അപ്പോൾ എന്തൊക്കെയാണ് രണ്ട് ഇമ്പോർട്ടൻറ്റ് പർപ്പസ് ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പർപ്പസ് എന്തൊക്കെയാണെന്നാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ടു അസർട്ടൈൻ ദ നെറ്റ് റിസൾട്ട് ഓഫ് ദി ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ഫോർ ആൻ അക്കൗണ്ടിങ് ഇയർ. 2, ടു അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ് അറ്റ് ദി എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് ഇയർ. അപ്പോൾ എന്താണ് ഒരു ട്രേഡിംഗ് ആക്ടിവിറ്റിയുടെ നെറ്റ് റിസൾട്ട് എന്താണ് എന്ന ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ എൻഡിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറ്റ് ദി എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് ഇയർ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് 8ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഐറ്റംസ് ഓഫ് റവന്യൂ നേച്ചർ ആർ ഷോൺ ഇൻ ഡാഷ്. അപ്പം റവന്യൂ നേച്ചറിലുള്ള ഐറ്റംസ് നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്? നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ട്. റവന്യൂ നേച്ചറിൽ വരുന്ന ഐറ്റംസ് നമ്മൾ കാണിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. ഇറ്റ്സ് എ നോമിനൽ അക്കൗണ്ടാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. അതിനകത്ത് റവന്യൂ നേച്ചറിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഐറ്റംസ് ഓഫ് ക്യാപിറ്റൽ നേച്ചർ ആർ ഷോൺ ഇൻ. അപ്പോൾ ക്യാപിറ്റൽ നേച്ചറിലുള്ള ഐറ്റംസ് നമ്മൾ എവിടെ കാണിക്കും? ക്യാപിറ്റൽ നമ്മളറിയാം ബാലൻസ് ഷീറ്റിലാണ് നമ്മൾ കാണിക്കുന്നത്. ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഐറ്റം നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്? ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുന്നത്. റവന്യൂ നേച്ചറിൽ വരുന്ന എല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും, ക്യാപിറ്റൽ എന്ന് പറയുന്ന ഐറ്റം നമ്മൾ എവിടെയാണ് സാധാരണ കാണിക്കുന്നത്? ബാലൻസ് ഷീറ്റിലാണ്. ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി ബാലൻസ് ഷീറ്റിലാണ് നമ്മൾ കാണിക്കുന്നത്. 10, ഇഫ് എനി ഐറ്റം സ്ട്രോങ്ലി ക്ലാസിഫൈഡ്, that is, if any item of the revenue nature is treated as capital item or vice versa, the ascertaining of profit will be incorrect. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഏതെങ്കിലും ഒരു ഇൻകറക്റ്റ് ആയിട്ട്, ഇപ്പോൾ റവന്യൂ നേച്ചറിലുള്ളത് സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. അത് നമ്മൾ റോങ് ആയിട്ട് ക്യാപിറ്റൽ ഐറ്റമായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അത് നമ്മുടെ എൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻകറക്റ്റ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. നെക്സ്റ്റ് 11, the distinction of items of capital nature or of revenue nature is important for taxation point of view because capital profit is taxed differently from revenue profit. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ പറയുന്നത്? ടാക്സിൻ്റെ കാര്യത്തിലാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ക്യാപിറ്റൽ നേച്ചറിലുള്ളതാണെങ്കിലും റവന്യൂ നേച്ചറിലുള്ളതിലാണെങ്കിലും അത് രണ്ടും ടാക്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കൂടുതലും എന്താണ് ക്യാപിറ്റൽ പ്രോഫിറ്റാണ് നമുക്ക് റവന്യൂ പ്രോഫിറ്റിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സോ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഒരു നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇതിൽ നിന്നും കിട്ടുന്ന റിട്ടേൺ ആണ് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. മൂലധനത്തിന് കിട്ടുന്ന റവന്യൂ മീൻസ് നമുക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നിന്നൊക്കെ കിട്ടുന്നതായതുകൊണ്ട് അതിനേക്കാളും മോർ ഇമ്പോർട്ടൻ്റ് ആണ് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 12, വാട്ട് യു മീൻ ബൈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താ? കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചറിനെ പറ്റി പഠിച്ചിരുന്നു. അടുത്തതാണ് എന്ത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റെഫേഴ്സ് ടു ദ എമൗണ്ട് സ്പെൻഡ് ഫോർ റിക്വയറിംഗ് ലോങ് ടേം അസറ്റ്സ് ഫോർ increasing the value of long term assets or for increasing the earning capacity of the business. അപ്പോൾ എന്താ പറയുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഒരു ബിസിനസ് നടത്തുന്ന ആൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ആണ്. എന്തിനു വേണ്ടിയാണ്? ലോങ് ടേമിലേക്ക് സ്പെൻഡ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ ഒരു അസറ്റ് വാങ്ങിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ലോങ് ടേമിലേക്ക് ബിസിനസ് റണ്ണ് ചെയ്യാൻ വേണ്ടിയുള്ള എമൗണ്ട് ആയിരിക്കാം. എന്തായാലും അത് ബിസിനസ്സിൻ്റെ കപ്പാസിറ്റിയെ കൂട്ടുന്നുണ്ട്, ഏണിംഗ് കപ്പാസിറ്റീനെ കൂട്ടുന്നുണ്ട്. അപ്പോൾ ഏണിംഗ് കപ്പാസിറ്റിയെ കൂട്ടാൻ വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ബിസിനസ് പേഴ്സൺ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇപ്പം ഇനിഷ്യലി നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഹ്യൂജ് എമൗണ്ട് വേണം, അതിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണ്, ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാണ്. സോ ആ എമൗണ്ടിനെ പറയുന്ന പേരാണ് എന്ത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. 13, long term asset are usually physical asset and non consumable asset such as properties, equipments or infrastructure having a useful life or
മോർ ദാൻ 1 അക്കൗണ്ടിങ് പീരിയഡ്. അപ്പോൾ എന്താണ് ലോങ് ടേം അസറ്റ്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ നേച്ചർ ആയിരിക്കും, ഒരു ഫിക്സഡ് അസറ്റ് ആയിരിക്കും. ഇപ്പോൾ നമുക്കൊരു ബിസിനസ് തുടങ്ങണം, അതിനൊരു ബിൽഡിങ് വേണം. അപ്പം ഒരു മാനുഫാക്ചറിങ് ഫേം ആണെങ്കിൽ ഒരുപാട് മിഷനറീസും കാര്യങ്ങളൊക്കെ വേണം. സോ ഇതൊക്കെ ഒരു ഫിക്സഡ് അസറ്റാണ്. അത് നോൺ കൺസ്യൂമബിൾ നേച്ചറിലുള്ളതും ആയിരിക്കും. നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റാത്ത ടൈപ്പിൽ ഉള്ള അസറ്റ്സുകളായിരിക്കും, പ്രോപ്പർട്ടീസ് ആയിരിക്കും, എക്യുപ്മെൻറ്റ്സ് ആയിരിക്കും, ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയുള്ള കാര്യങ്ങളായിരിക്കും. ഇതൊക്കെ എന്താണ് ആ ബിസിനസ്സിൻ്റെ ലൈഫിൽ മോർ ദാൻ ആൻ അക്കൗണ്ടിങ് പീരീഡിലേക്ക് നമ്മൾ കാണിക്കേണ്ട അസറ്റുകളായിരിക്കും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, അതൊക്കെ കൺസ്യൂം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ, when the benefit of the expenditure is not extinguished in the year in which it is incurred but it available over a number of years, it is considered as dash. അപ്പം ഇത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന എമൗണ്ട് ഒരു വർഷത്തിനുള്ളിൽ ഇതിൻ്റെ റിട്ടേൺ ഒന്നും കിട്ടുന്നില്ല. മോർ ദാൻ ആൻ അക്കൗണ്ടിങ് പീരീഡ് അല്ലെങ്കിൽ ഓവർ എ നമ്പർ ഓഫ് അക്കൗണ്ടിങ് ഇയേഴ്സിലാണ് നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സും ഇതിൻ്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന്. 15, ദ ഫോളോയിങ് എക്സ്പെൻഡിച്ചർ ആർ യൂഷ്വലി ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. താഴെ പറയുന്നതിൽ നമ്മൾ പറയുന്ന ഐറ്റംസ് സാധാരണയായിട്ട് നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, any expenditure which result in the acquisition of fixed assets such as land, building, machinery, furniture and fictitious office equipments, copyright etc. അപ്പം ഏതെങ്കിലും ഒരു എക്സ്പെൻഡിച്ചർ എന്ത് നേച്ചറിലുള്ളതാവാം? ഫിക്സഡ് അസറ്റിലുള്ളതാവാം. ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, ഫർണിച്ചർ, ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. ഇതൊക്കെ എന്താണ്? ഒരു ഫിക്സഡ് അസറ്റാണ്. ഓഫീസ് എക്യുപ്മെൻറ്റ്സ്, കോപ്പിറൈറ്റ് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്. അപ്പോൾ ഇതൊക്കെ എന്ത് നേച്ചറിലുള്ളതാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് നമ്മൾ ഇതിനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നത്. സെക്കൻഡ്, ആൻ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ ദ ഫിക്സഡ് അസറ്റ് വിച്ച് റിസൾട്ട് ഇൻ, അതായത് ഫിക്സഡ് അസറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. എങ്ങനെയൊക്കെയാണ്? ഇറ്റ്സ് എക്സ്പാൻഷൻ. ആ ഫിക്സഡ് അസറ്റിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യും. ഇപ്പോൾ ഒരു ബിൽഡിങ്, നമ്മളൊരു ലാൻഡ് വാങ്ങിച്ച് അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ലാൻഡ് കൂടെ നമുക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അവരത് വിൽക്കാനിട്ടേക്കും, നമ്മളത് വാങ്ങിച്ച് ആഡ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുവാണ്. അങ്ങനെ വാങ്ങിക്കുമ്പോഴും അതെന്താണ്? ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. 2, എന്താണ്? സബ്സ്റ്റാൻഷ്യൽ ഇൻക്രീസ് ഇൻ ഇറ്റ്സ് ലൈഫ്. ഇപ്പോൾ ഒരു മെഷീനറിയുടെ ലൈഫ് നമ്മൾ കൂട്ടുന്നു, അതും ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഇറ്റ്സ് റവന്യൂ ഏണിംഗ് കപ്പാസിറ്റി. അപ്പോൾ ഏതെങ്കിലും ഒരു മെഷീനറിയുടെ റവന്യൂ ഏണിംഗ് കപ്പാസിറ്റി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ്, ദ ഇംപ്രൂവ്മെൻറ്റ് ഇൻ റവന്യൂ എക്സ്പെൻഡിച്ചർ റവന്യൂ ഏണിംഗ് കപ്പാസിറ്റി ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ്. അപ്പോൾ റവന്യൂ ഏണിംഗ് കപ്പാസിറ്റി എങ്ങനെയാണ് നമ്മൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്? ഒന്ന്, ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ട്. റെഡ്യൂസിങ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട്. 3, ഇൻക്രീസ്ഡ് സെയിൽ ഓഫ് ദ ഫേമിൻ്റെ സെയിൽസ് കൂട്ടുന്നതിലൂടെ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. റവന്യൂ ഏണിംഗ് കപ്പാസിറ്റി ഓഫ് എ ഫേം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന 3 ഫോമുകൾ ഏതൊക്കെയാണ്? 3 മെത്തേഡ്സ് ഏതൊക്കെയാണ്? പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടുക, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കുക, ഫേമിൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ്. മൂന്നാമത്തെ, എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഡ്യൂറിങ് earlier year on development of mines and land for the plantation till they become operational. അപ്പം നമ്മൾ ഒരു എക്സ്പെൻഡിച്ചർ വന്നു ഏർലിയർ ഇയേഴ്സിലാണ്, പഴയ വർഷങ്ങളിൽ വന്ന ഒരു എക്സ്പെൻഡിച്ചറാണ്. നമ്മളൊരു ലാൻഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൊറി മൈൻ ചെയ്യാൻ വേണ്ടിയൊക്കെ വാങ്ങിച്ചിട്ടതാണ്. അതിപ്പോഴും എന്താണ്? വർക്കിംഗ് കണ്ടീഷനിലാണ്. എന്താണ്? ആ പ്ലാന്റേഷൻ ടിൽ ദേ ബിക്കം ഓപ്പറേഷണൽ. അങ്ങനെ വരുന്നതും എന്താണ്? ഒരു എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. കാരണം നമുക്കൊരു പാറക്കനിയുണ്ട്, അപ്പോൾ അതൊരു മൈൻ ചെയ്യുന്ന, ഇപ്പോഴും അത് മൈനിങ്ങിലാണ്, ഇപ്പോഴും അപ്പോൾ ഓപ്പറേഷനിലാണ്. അപ്പോൾ ഏർലിയർ ഇയറിലെ നമ്മളത് വാങ്ങിച്ചിട്ടതാണ്, അക്യൂർ ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴും അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നത്? ഓപ്പറേറ്റീവ് ആണ്. സോ അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെന്നാണ് പറയുന്നത്. 4ാമത്തത്, ദ കോസ്റ്റ് ഓഫ് എക്യുപ്മെൻറ്റ്സ് വിച്ച് അൾട്ടിമേറ്റ്ലി റിസൾട്ട് ഇൻ ദ അക്വിസിഷൻ ഓഫ് പേറ്റൻറ്റ്. ദ കോസ്റ്റ് ഓഫ് experiment which are not successful is not be treated as capital expenditure. It is treated as deferred revenue expenditure which is written off within 2 or 3 years. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്?
നമ്മുടെ ഫേമിലേക്ക് വാങ്ങിക്കുന്ന ചില കാര്യങ്ങൾ, അതിപ്പോൾ ഒരു പേറ്റൻറ്റ് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ, അതായത് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് കോസ്റ്റായി. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താണ് കോസ്റ്റ് ആവുക എന്ന് പറയുന്നതൊക്കെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ആവുന്നതാണ്. സോ അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അതിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്? അത് നമുക്കൊരു അക്കൗണ്ടിങ് പീരീഡിൽ നമുക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടത്തില്ല. ബെനിഫിറ്റ് ആർ റിയലൈസ്ഡ് ഓവർ മൾട്ടിപ്പിൾ ഫ്യൂച്ചർ പീരീഡ്. അപ്പം നമുക്കൊരു മൾട്ടിപ്പിൾ ഫ്യൂച്ചർ പീരീഡിലൂടെ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. നമ്മളൊരു ഒരു ഒരു പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു മെഷീനറിയുടെ അല്ലെങ്കിൽ ഒരു വർക്കിംഗ് പേറ്റൻറ്റ് നമ്മൾ വാങ്ങിച്ചു വെച്ചു എന്നിരിക്കട്ടെ. അത് നമ്മൾ വാങ്ങിച്ചേക്കുന്ന ഒരു 10 കൊല്ലത്തേക്കോ 5 കൊല്ലത്തേക്കോ ആവാം. പക്ഷെ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ഈ ഓരോ കൊല്ലം 5 കൊല്ലം ആണെങ്കിൽ 5 കൊല്ലവും 1, 2, 3, 4, 5 കൊല്ലവും നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓവർ എ മൾട്ടിപ്പിൾ ഫ്യൂച്ചർ പീരീഡിൽ ബെനിഫിറ്റ് കിട്ടുന്ന ഐറ്റംസ് ആണെങ്കിൽ നമുക്കതിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നല്ല പറയുന്നത്, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുന്നത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? റൈറ്റ് ഓഫ് ചെയ്യാണ്. റൈറ്റ് ഓഫ് ഓർ ചേഞ്ച്ഡ് ഓവർ ദോസ് പീരീഡ്. അപ്പം എന്താണ് 2 or 3 years. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. 5 ലീഗൽ ചാർജസ് ഇൻകേർഡ് ഇൻ കണക്ഷൻ വിത്ത് അക്വയറിംഗ് ഓർ ഡിഫെൻഡിങ് സ്യൂട്ട് ഓർ പ്രൊട്ടക്റ്റിംഗ് ദ ഫിക്സഡ് അസറ്റ് ഓർ റൈറ്റ്സ് എക്സെട്ര. അപ്പം നമുക്ക് എന്തെങ്കിലും ലീഗൽ ചാർജസ് ഉണ്ടാവുകയാണെങ്കിൽ, അപ്പോൾ ഒരു എന്താ പറയുക, നമുക്കൊരു ലീഗൽ ചാർജസ് ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷന് വേണ്ടി, ഫിക്സഡ് അസറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു കോടതി വക എമൗണ്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്താണ്? എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അടുത്ത 6ാമത്തെ, ദ കോസ്റ്റ് ഓഫ് മേക്കിംഗ് അഡിഷൻ ടു ബിൽഡിംഗ് ആൻഡ് ദ എമൗണ്ട് സ്പെൻഡ് ഓൺ റിവോൾട്ടിംഗ് ഓർ ഓൾഡ് മെഷീനറി ആൾസോ റിഗാർഡഡ് ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പം നമുക്ക് എന്താണ്? ഒരു ഓൾഡ് മെഷീനറി നമ്മൾ റിപ്പയർ ചെയ്തെടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ് നമ്മൾ അഡീഷണൽ എന്തെങ്കിലും അഡിഷൻസ് വരുത്തുകയാണെങ്കിലോ എന്തെങ്കിലും എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിലോ ഒക്കെ നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇഫ് യു ബൈ എ സെക്കൻഡ് ഹാൻഡ് മെഷീനറി and incur heavy expenditure on reconducting it, such expenses is also treated as capital expenditure. അപ്പോൾ എങ്ങനെയാണ്? ഒരു സെക്കൻഡ് ഹാൻഡ് മെഷീനറി വാങ്ങിക്കുവാണ്, അതിനെ ഒരു ഹെവി എക്സ്പെൻഡിച്ചർ ആയെങ്കിൽ പോലും അതിനെ നമ്മൾ എന്താണ്? സെക്കൻഡ് ഹാൻഡ് മെഷീനറി ആണെങ്കിൽ പോലും അതിനെ നമ്മളൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. 7 ദ എക്സ്പെൻഡിച്ചർ ഓൺ സ്ട്രക്ചറൽ ഇംപ്രൂവ്മെൻറ്റ്സ് ഓർ ഓൾട്രേഷൻ ടു എക്സിസ്റ്റിംഗ് ഫിക്സഡ് അസറ്റ് വെയർ ബൈ ദെയർ റവന്യൂ ഏണിംഗ് കപ്പാസിറ്റി ഈസ് ഇൻക്രീസ്ഡ് ഈസ് ഓൾസോ ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഒരു ഫിക്സഡ് അസറ്റിൽ ഉണ്ടാകുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓൾട്രേഷനോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ റവന്യൂ ഏണിംഗ് കപ്പാസിറ്റി ആണ്, അതിൻ്റെ ആ ഒരു മിഷനറിയുടെ റവന്യൂ ഏണിംഗ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയുള്ളതാണെങ്കിൽ പോലും നമ്മൾ അതിനെ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. 8ാമത്തത് ബ്രോക്കറേജ് ഓർ കമ്മീഷൻ പെയ്ഡ് ഇൻ കണക്ഷൻ വിത്ത് ദ അക്വിസിഷൻ ഓഫ് ദി ആൻ അസറ്റ്, ദ ഫ്രൈറ്റ് ആൻഡ് carriage paid for transportation of machinery, the expenses incurred on its installation, the legal fees and registration charge incurred with the purchase of land and building are also treated as ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇപ്പം നമ്മൾ കൊടുക്കുന്ന ബ്രോക്കറേജ്, കമ്മീഷൻസ് മുതലായവയും പിന്നെന്താ ഒരു ഫ്ലൈറ്റ് ട്രാൻസ്പോർട്ടേഷൻ, ക്യാരേജ് പെയ്ഡ് ചെയ്യുന്നതും, മെഷീനറിക്ക് ഉണ്ടാകുന്ന എക്സ്പെൻസസും അതിൻ്റെ ഇൻസ്റ്റലേഷനും ലീഗൽ ചാർജസും രജിസ്ട്രേഷനും എല്ലാം, അതിൻ്റെ പർച്ചേസ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും എല്ലാം നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ ബ്രോക്കറേജ്, കമ്മീഷൻ, ഫ്ലൈറ്റ്, ക്യാരേജ് പെയ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ, മെഷീനറി, ദ എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ ഇൻസ്റ്റലേഷൻ, ലീഗൽ ചാർജസ് ആൻഡ് രജിസ്ട്രേഷൻ ചാർജസ്, പർച്ചേസ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിങ്, അതൊക്കെ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പഠിച്ചു. റവന്യൂ നേച്ചറിൽ വരുന്നതെല്ലാം പ്രോഫിറ്റിൽ കാണിക്കും, ക്യാപിറ്റൽ നേച്ചറിൽ വരുന്നതെല്ലാം ബാലൻസ് ഷീറ്റിൽ കാണിക്കും എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഒരു റവന്യൂ ഏണിംഗ് കപ്പാസിറ്റി എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് പഠിച്ചു. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ പാർട്ടിലുള്ളത്. താങ്ക് യു.